മനോഹരമായി ആരാധനയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട്, ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. മാർത്തോമാ സഭയുടെ ഈ വിശുദ്ധ ബലിയിൽ സഹോദര സഭയുടെ പ്രതിനിധിയായി നിൽക്കുമ്പോൾ ക്രിസ്തുവിലുള്ളതായ നമ്മുടെ ആത്മീയമായ ഐക്യമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. നാം ചിന്തിക്കുന്നത് വന്നു ഭക്ഷിക്കുക, ഉദ്ധിതനായ കർത്താവിൻ്റെ സ്നേഹ ക്ഷണം അതിനെക്കുറിച്ചാണ്. വന്നു ഭക്ഷിക്കുക, ഉദ്ധിതനായ കർത്താവിൻ്റെ സ്നേഹ ക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചെറിയ ഒരു സമയം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ തിബിരിയോസ് കടൽ തീരത്ത് വെച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന ആ സ്നേഹവിരുന്നിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ശിഷ്യന്മാർ ആ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒന്നും ലഭിച്ചില്ല. ജീവിതത്തിൻ്റെ ശൂന്യതയും പരാജയവും അവരെ തളർത്തിയിരുന്ന ആ പുലർച്ചയിലാണ് തീരത്തു നിന്നുകൊണ്ട് യേശു ചോദിക്കുന്നത്, മക്കളെ, ഭക്ഷിപ്പാൻ വല്ലതും ഉണ്ടോ എന്ന്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിലെ ഏലിയാവ് പ്രവാചകൻ ജീവിതം മടുത്തു, ഒത്തിരി തണലിൽ മരിക്കാൻ ആഗ്രഹിച്ചു കിടക്കുമ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ച് അവനെ സ്പർശിച്ച് പറയുന്നു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിനക്ക് വഴിദൂരമുള്ളതാകുന്നു. ദൈവശാസ്ത്ര വീക്ഷണം ദൈവമനുഷ്യൻ സംബോധന ചെയ്യുന്നത് അതിൻ്റെ ആത്മീയ ആവശ്യങ്ങളിൽ മാത്രമല്ല. അവിടെ പ്രവാചകൻ മടുത്ത് ഒരിത്തിരി തണലിൽ മരിക്കാൻ ആഗ്രഹിച്ച് കിടക്കുമ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ച് അവനോട് തൊട്ട് പറയുകയാണ്, എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിനക്ക് യാത്ര ചെയ്യുവാനുണ്ട്, അതുകൊണ്ട് ഈ ഭക്ഷിക്കുക. ദൈവശാസ്ത്ര വീക്ഷണം ദൈവം മനുഷ്യനെ സംബോധന ചെയ്യുന്നത് അവൻ്റെ ആത്മീയ ആവശ്യങ്ങളിൽ മാത്രമല്ല, ഭൗതികമായ വിശപ്പിലും തളർച്ചയിലുമാണ്. വിശുദ്ധ കുർബാന എന്നത് കേവലം ഒരു ചടങ്ങല്ല, മറിച്ച് ജീവിതയാത്രയിൽ തളർന്നു പോകുന്ന മനുഷ്യനെ മുന്നോട്ടുള്ള യാത്രയ്ക്കായി ദൈവം നൽകുന്ന പാഥേയമാണ് അത്. കടൽ തീരത്ത് യേശു ഒരുക്കിയിരിക്കുന്നത് ഒരു കൽക്കരിത്തി ആയിരുന്നു. പത്രോസ് ശ്ലീഹ യേശുവിനെ തള്ളിപ്പറഞ്ഞതും ഒരു തീക്കനലിനെ അരികിൽ വെച്ചായിരുന്നു. എന്നാൽ ഇവിടെ യേശു തമ്പുരാൻ അതേ കനൽ ഉപയോഗിക്കുന്നത് പത്രോസിനെ കുറ്റപ്പെടുത്താനല്ല, പിന്നെയോ മറിച്ച് അവനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താനാണ്. അപ്പോസ്തല പ്രവർത്തികൾ 27-ാം അധ്യായത്തിൻ്റെ 35-ൽ പൗലോസ് അപ്പോസ്തലൻ കപ്പൽ തകർന്നു പോകുമെന്ന ഭീതിയിൽ കഴിയുന്നവരോട് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. അവൻ അപ്പമെടുത്ത് എല്ലാവരുടെയും മുൻപാകെ ദൈവത്തിന് സ്തോത്രം ചൊല്ലി നുറുക്കി തിന്നു തുടങ്ങി. ആപൽ ഘട്ടത്തിലും ആഹാരം പങ്കുവയ്ക്കുന്നത് ഒരു വലിയ പ്രത്യാശയുടെ അടയാളമാണ്. വിശ്വവിഖ്യാതനായ ദൈവശാസ്ത്രജ്ഞനായ ഹെൻറി നവൻ പറഞ്ഞതുപോലെ, സമൂഹമായി നാം അപ്പം മുറിക്കുമ്പോൾ നാം നമ്മുടെ മുറിവുകളെയും നമ്മുടെ ജീവിതത്തെയും പരസ്പരം പങ്കുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ക്രിസ്തു പ്രത്യക്ഷനാകുന്നത്. വെളിപാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും.
ഈ ക്ഷണം വ്യക്തിപരമാണ്. ആധുനിക ലോകത്ത് നാം പലപ്പോഴും സാങ്കേതിക വിദ്യയുടെയും തിരക്കുകളുടെ ഇടയിലെ ഏകാന്തമായ ജനക്കൂട്ടമായി ലോൺലി ക്രൗഡായിട്ട് മാറുന്നു. ഏകാന്ത ജനക്കൂട്ടമായിട്ട് നമ്മൾ മാറുന്നുണ്ട്. എന്നാൽ ഉദ്ധിതനായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിക്കുന്നു. ഒരിക്കൽ വിശുദ്ധ തെരേസയോട് ഒരാൾ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത്? ഇതുകൊണ്ട് ലോകത്തിലെ ദാരിദ്ര്യം മാറ്റുവാൻ കഴിയുമോ? എന്തിനാണ് നിങ്ങൾ ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നത്? പ്രയാസത്തോടു കൂടി തന്നെ. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രത്യേകിച്ച് ഈ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ലോകത്തിലെ ദാരിദ്ര്യം തുടച്ചു നീക്കാനായിട്ട് കഴിയുമോ? തെരേസ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ലോകത്തെ മാറ്റാനല്ല ഇത് ചെയ്യുന്നത്. വിശക്കുന്നതിൻ്റെ രൂപത്തിൽ കടന്നു വരുന്ന, എൻ്റെ മുന്നിൽ കടന്നു വരുന്ന ക്രിസ്തുവിനെ വിരുന്നൊരുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ലോകത്തെ മാറ്റുവാനല്ല ഇത് ചെയ്യുന്നത്. വിശക്കുന്നവൻ്റെ രൂപത്തിൽ എൻ്റെ മുന്നിൽ വരുന്ന ക്രിസ്തുവിനെ വിരുന്നൊരുക്കാനാണ് ഞാൻ ഇത് ശ്രമിക്കുന്നത്. നമ്മുടെ ഈ വിശുദ്ധ കുർബാനയും അത്തരമൊരു വിരുന്നാണ്. ഇവിടെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായി പരിണമിക്കുമ്പോൾ നാമും ക്രിസ്തുവിൻ്റെ സ്നേഹമായി ലോകത്തിലേക്ക് പരിണമിക്കപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ 125 വർഷത്തെ ചരിത്രത്തിലെ ജെറുസലേം മാർത്തോമ ഇടവക ഒട്ടേറെ പേരുടെ വിശപ്പടക്കിയിട്ടുണ്ടാകാം. അനേകർക്ക് തണലായി നിന്നിട്ടുണ്ടാകാം. നമുക്ക് നമ്മുടെ ചിന്തകളെ ഇങ്ങനെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും. ഒന്ന്, സ്നേഹത്തിൻ്റെ വിരുന്ന് തുടരുക. സഭയുടെ മതിൽക്കെട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നതാകരുത് നമ്മുടെ ആരാധന. വിശക്കുന്നവനും പാർശ്വവൽക്കരിക്കപ്പെട്ടവനും നമ്മുടെ സ്നേഹവിരുന്നിലെ അവർക്ക് ഇടമുണ്ടാകണം. രണ്ടാമതായി, ഉദ്ധിതനെ തിരിച്ചറിയുക. ശിഷ്യന്മാർക്ക് മീൻ കിട്ടാതിരുന്നപ്പോൾ യേശു ഇടപെട്ടു. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ തീരത്ത് അവൻ നിൽപ്പുണ്ട്. ഉദ്ധിതനായി തിരിച്ചറിയുക. ശിഷ്യന്മാർക്ക് മീൻ കിട്ടാതിരുന്നപ്പോൾ യേശു ഇടപെട്ടു. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങളുടെ തീരത്ത് അവൻ നിൽപ്പുണ്ട്. പ്രിയമുള്ളവരെ, അവനെ തിരിച്ചറിയാൻ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കുക. യേശുവിനെ മനസ്സിലാക്കുവാൻ, തിരിച്ചറിയുവാൻ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ നമ്മൾ തുറക്കേണ്ടതുണ്ട്. 3, പങ്കിടലിൻ്റെ സംസ്കാരം. ക്രിസ്തു അപ്പം മുറിച്ച് നൽകിയതുപോലെ നമ്മുടെ സമയവും സമ്പത്തും സ്നേഹവും മറ്റുള്ളവർക്കായി കൂടി മുറിച്ചു നൽകാനായിട്ട് നമുക്ക് സാധിക്കണം. വന്ന് ഭക്ഷിക്കുക എന്ന കർത്താവിൻ്റെ ആഹ്വാനം ഇന്നും മുഴങ്ങുന്നുണ്ട്. ഈ വിശുദ്ധ ബലിയിൽ നിന്ന് ലഭിക്കുന്ന കരുത്തുമായി നമുക്ക് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഉദ്ധിതനായ കർത്താവ് നിങ്ങളെല്ലാവരെയും, വിലയുന്ന ഞങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കും.